ഒരു വ്യക്തിയുടെ വേർപാടിൽ വന്ന് അനുശോചനം അറിയിക്കേണ്ട നിമിഷത്തിൽ ദുഃഖത്തിലാണ്ട കുടുംബത്തിന്റെ സ്വകാര്യതയെ പോലും കാറ്റി പറത്തി ക്യാമറ ഫോണുകളുമായി പാഞ്ഞെടുക്കുന്ന ജനക്കൂട്ടം. മൃതദേഹത്തിന് മുന്നിൽ നിൽക്കുമ്പോഴും ഔചിത്യമില്ലാതെ പെരുമാറുന്ന മനുഷ്യർ. അടുത്തിടെ നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയ കലാകാരന്മാരുടെ മരണവീടുകളിൽ കണ്ട അത്യന്തം അപലപനീയമായ സംഭവങ്ങൾക്കെതിരെ അതിശക്തമായ ഭാഷയിൽ രംഗത്തെത്തിയിരിക്കുകയാണ് ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ. തന്റേടിയായ നടിയെ എന്നതിലുപരി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ മഞ്ജു ഉന്നയിച്ച ആ ചോദ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു ചർച്ചയായി തന്നെ മാറുകയാണ്. അടുത്തിടെ നമ്മെ വിട്ടുപിരിഞ്ഞ ജനപ്രിയ നടൻ സലിം കുമാറിന്റെ വീട്ടിൽ നടന്ന അന്ത്യചടങ്ങുകൾക്കിടെ കുടുംബത്തിന്റെ സങ്കടത്തെ പോലും മാനിക്കാതെ മൊബൈലുമായി പാഞ്ഞെടുത്തവരോട് അദ്ദേഹത്തിന്റെ മകൻ ചന്തു പൊട്ടിത്തെറിച്ചത് നാം കണ്ടതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരെ പങ്കെടുത്ത ആ ചടങ്ങിൽ മൊബൈൽ ഫോണുകൾ മുഖത്തേക്ക് നീട്ടിപ്പിടിച്ച ആളുകളോട് ചന്തുവിനെ കയർക്കേണ്ടി വന്നത് അത്യന്തം വേദനാജനകമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. ഇതിന് പിന്നാലെ തമിഴിലെ പ്രശസ്ത നടൻ ഭാഗ്യരാജിന്റെ അന്ത്യയാത്രാ വേളയിൽ തിരക്ക് നിയന്ത്രിക്കാൻ പാടുപെടുന്നതിനിടെ തെന്നിന്ത്യൻ താരം രാധിക ശരത് കുമാർ തട്ടി താഴെ വീഴുകയും ആ വീഴ്ച പോലും ക്യാമറയിൽ പകർത്തി ആഘോഷമാക്കാൻ ആളുകൾ ശ്രമിക്കുകയും ചെയ്ത സംഭവം തന്നെ ഞെട്ടിച്ചു എന്ന് നമ്മുടെ പ്രിയപ്പെട്ട നടി മഞ്ജു വാര്യർ വ്യക്തമാകുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സിവിക് സെൻസ് അഥവാ പൗരബോധത്തെക്കുറിച്ചാണ് മഞ്ജു വാര്യർ സംസാരിച്ചത്. വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ആളുകൾ മറ്റുള്ളവരുടെ സ്വകാര്യതയ്ക്ക് നേർക്ക് കാണിക്കുന്ന ബഹുമാനമാണ്. ഒരു കുട്ടിയുടെയോ വളർത്തുമൃഗങ്ങളുടെയോ ചിത്രം പോലും അനുവാദം ചോദിക്കാതെ അവർ എടുക്കില്ല. എന്നാൽ നമ്മൾ ഇവിടെ മരണ വീടുകളിൽ പോലും എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? മാറ്റപ്പെടേണ്ട ഒന്നല്ലേ ഈ അനൗചിത്യം എന്ന് മഞ്ജു ചോദിക്കുന്നു. താൻ കണ്ട വാർത്തയും ആരോ ഫോണിൽ പകർത്തിയതാണ് എന്ന് തിരിച്ചറിവോടെ തന്നെ പ്രബുദ്ധ മലയാളി സമൂഹം സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് ഇതെന്ന് മഞ്ജു ഓർമ്മിപ്പിക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ അഭിനയ ലോകത്തേക്ക് കടന്നു വന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയുടെ അമരത്തെത്തിയ നടിയാണ് മഞ്ജു വാര്യർ. കരിയറിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോഴായിരുന്നു ദിലീപുമായുള്ള വിവാഹവും തുടർന്ന് സിനിമാ ലോകത്തു നിന്നുള്ള 14 വർഷത്തെ പിൻവാങ്ങലും. വീട്ടിലെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയ മഞ്ജു എന്നാൽ 2014 ഹൗ